രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോഴും പത്തനംതിട്ട AR ക്യാമ്പിലാണ്. പരാതിയിൽ പറയുന്നത് ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ്. ബലാത്സംഗം, ഗർഭഛിദ്രം, സാമ്പത്തിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങൾ ഈ യുവതിയുടെ പരാതിയിലുണ്ട്. മൂന്നാമത്തെ പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ വരുന്നത്. ആ മൂന്നാമത്തെ പരാതിയിലാണ് ഇപ്പോൾ അറസ്റ്റ് നടക്കുന്നത്. പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് പുലർച്ചെ 12:30-ക്ക് അറസ്റ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിലെ. അതിനുശേഷമാണ് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് എത്തിച്ചത്. അവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും എന്നാണ്. ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കും. അങ്ങനെയാണ് നടപടിക്രമങ്ങൾ പോകുന്നത്. കണ്ണൻ നായരായിരുന്നു പത്തനംതിട്ട AR ക്യാമ്പിന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അനന്തകൃഷ്ണനിലേക്ക് കൂടി പോവുകയാണ്. അനന്തർ, ഇപ്പോൾ നടപടിക്രമങ്ങളൊക്കെ പോകുന്നുണ്ട്, ചോദ്യം ചെയ്യുന്നുണ്ട്, കൂടുതൽ വിവരങ്ങളൊക്കെ മുന്നിലേക്ക് വരണം. അപ്പോൾ കൂടുതൽ സഹകരിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ യുവതിയെ അറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം തന്നെയാണ് അന്വേഷണത്തെ സംബന്ധിച്ച്. ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്ന കൂടുതൽ കാര്യങ്ങൾ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? എങ്ങനെയായിരിക്കും ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം? പൂജ, അന്വേഷണ സംഘം ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. അതിനുശേഷം മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും. റിമാൻഡിലേക്ക് പോകാനാണ് സാധ്യത. റിമാൻഡിലേക്ക് പോവുകയാണെങ്കിൽ അത് കൊട്ടാരക്കര ജയിലിലേക്കായിരിക്കും. ഏതായാലും വളരെ തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് MLA ആണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് നിരീക്ഷിച്ചിരുന്നു. അയാളുടെ നീക്കങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞിരുന്നു. ഒരു തരത്തിലും ഈ യുവതിയിൽ നിന്ന് ഇങ്ങനൊരു പരാതി പോലീസിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് എത്താത്ത രീതിയിൽ തന്നെയായിരുന്നു ഈ അന്വേഷണം പുരോഗമിച്ചത്. മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത ഓപ്പറേഷൻ അതും വളരെ തന്ത്രപരമായിട്ടാണ് പോലീസ് നടപ്പാക്കിയത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പറേഷൻ്റെ അവസാന വട്ടത്തിലേക്ക് അല്ലെങ്കിൽ തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനു മുൻപ് തന്നെ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ നീക്കങ്ങൾ പൂർണ്ണമായും പോലീസ് നിരീക്ഷിച്ചിരുന്നു. പാലക്കാട് അയാൾ എവിടേക്കാണ് പോകുന്നത്, അയാൾക്കൊപ്പം അയാൾ അറിയാതെ തന്നെ പോലീസിൻ്റെ നിരീക്ഷണ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം പാലക്കാട് മുറിയെടുത്തതോടെ പോലീസ് അറസ്റ്റ് എന്നുള്ള നടപടിയിലേക്ക് കടക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി പോലീസ് സംഘം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാതെ തന്നെ അതേ ഹോട്ടലിൽ മുറിയെടുത്തതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ മുറിയെടുത്തതിന് ശേഷം രാത്രിയോടെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നവരെല്ലാം അയാളെ പിരിഞ്ഞുപോയി എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഓപ്പറേഷൻ തുടങ്ങിയത്. പുറത്തു നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും അകത്തു നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നായിരുന്നു ഓപ്പറേഷൻ നടപ്പാക്കിയത്. നമുക്ക് മാതൃഭൂമി ന്യൂസിന് ആ ഹോട്ടലിൽ നടന്ന ഓപ്പറേഷൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് സ്ക്രീനിൽ ഒരു ഭാഗത്ത് കാണാൻ കഴിയുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ആ കോറിഡോറിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുറിയിൽ അല്പസമയം മുമ്പ് കാണിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുറിയിരിക്കുന്ന കോറിഡോറിൽ മുറിയുടെ മുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർ നിന്ന് ആ മുറിയിലേക്ക് കൊട്ടുന്നതാണ്. ആ മുറി നോക്ക് ചെയ്ത് തുറക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്ന റിസപ്ഷനിലൂടെ പോലീസ് ഉദ്യോഗസ്ഥർ രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന ഹോട്ടലിലേക്ക് കടന്നു വരുന്നത്, അയാൾ മുറിയിരിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൽ വനിതാ SI അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഷൊർണൂർ DYSPയുടെ നേതൃത്വത്തിൽ ഷൊർണൂരിലെ പോലീസുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്ക്വാഡ് രൂപീകരിച്ചത്. ആ സ്ക്വാഡാണ് ഇപ്പോൾ കാണുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മുറിയുടെ മുൻപിൽ ആ പുലർച്ചെ 1:30-ഓടെ കാത്തു നിൽക്കുന്ന പോലീസ് സംഘം അവിടെ നോക്ക് ചെയ്ത് കാത്തു നിൽക്കുകയാണ്. ആ മുറി തുറക്കുമ്പോൾ അകത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കയറി പോകുന്നത് കാണാം. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലുമായി പുറത്തേക്ക് വരുന്ന പോലീസ് സംഘത്തെയാണ് നമ്മൾ കാണുന്നത്. വളരെ കൂളായി ജീൻസും ഒരു മഞ്ഞ ടീഷർട്ടും ഒക്കെ അണിഞ്ഞ് പോലീസിനൊപ്പം സാമർഥ്യത്തോടെ നടന്നു പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് കാണുന്നത്. ഏതെങ്കിലും തരത്തിൽ ആ CCTV ദൃശ്യങ്ങളിലൊന്നും അയാൾ ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. പോലീസിന് വിധേയനായി പോലീസിനേക്കാൾ ഒരടി മുന്നിൽ ചുവടുവെച്ച് നടന്നു പോകുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെയാണ് കാണുന്നത്. പോലീസുകാരിൽ നിന്ന് മനസ്സിലാക്കുന്നത് പോലീസ് നോക്ക് ചെയ്ത് അകത്ത് ഡോർ തുറന്നകത്ത് കടക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്ത് നിന്നൊരു പ്രതിരോധം ഉണ്ടായി, താൻ അറസ്റ്റ് വഴങ്ങില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പോലീസ് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോഴാണ് കൂടെ വരാൻ തയ്യാറായത് എന്നാണ് മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് പോലീസിന് അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നീക്കം ചെയ്യേണ്ടതുണ്ടായിരുന്നു. കാരണം പുറത്തേക്ക് വിവരങ്ങൾ പോയി കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ കൂടാനും ഒരുപക്ഷെ രാഹുലിൻ്റെ ആൾക്കാർ വരുന്നതിനേക്കാൾ ഉപരി പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട അല്ലെങ്കിൽ എതിർ കക്ഷികളിൽപ്പെട്ട ആൾക്കാർ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിലെടുത്ത് അതേ ജീപ്പിൽ തന്നെ പത്തനംതിട്ടയിലേക്ക് കുതിക്കുകയായിരുന്നു പോലീസ് സംഘം. പത്തനംതിട്ടയിൽ എത്തുമ്പോഴേക്കും AIG പൂങ്കുഴലി ഉദ്യോഗസ്ഥരും SIT ഉദ്യോഗസ്ഥരും പത്തനംതിട്ട ഹെഡ്ക്വാർട്ടേഴ്സ് AR ക്യാമ്പിലേക്ക് എത്തിയിരുന്നു.
അവിടെ വെച്ചിട്ടാണ് കഴിഞ്ഞ 4-5 മണിക്കൂറായി ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ആ ചോദ്യം ചെയ്യലിൽ പോലീസ് മുന്നോട്ട് വെച്ച തെളിവുകൾക്ക് മുൻപിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിയെ അറിയാം എന്നുള്ള കാര്യം സമ്മതിച്ചിരിക്കുന്നു. ആ യുവതിയുമായി സൗഹൃദമുണ്ടായിരുന്നു എന്നുള്ള കാര്യം സമ്മതിച്ചിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗർഭഛിദ്രം അടക്കമുള്ള കാര്യങ്ങൾ അതിനെ നിർബന്ധിച്ചു എന്നുള്ള കാര്യങ്ങൾ അയാൾ നിരാകരിച്ചു എന്നാണ്. നേരത്തെയുള്ള കേസുകളിലും അതാണ് സംഭവിച്ചത്. പക്ഷേ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മോഡസ് എന്താണെന്നുള്ളത് നമുക്ക് കേരള സമൂഹത്തിന് വ്യക്തമാണ്. കാരണം